നമസ്കാരം. എല്ലാ ക്ലബ്ബുകളിലും പണം വെച്ചുള്ള ചീട്ടുകളി നിത്യകാഴ്ചയാണ്. തിരുവനന്തപുരത്തെ ഇത്തരം ക്ലബ്ബുകളിൽ കളിക്കാനെത്തുന്ന രാഷ്ട്രീയക്കാരും പോലീസുകാരും ഏറെയുമാണ്. കാശുള്ളവരുടെ പോക്കറ്റ് കീശിയാക്കുന്ന ഈ കളികൾക്ക് പിന്നാലെ പോലീസ് പോകാറില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് സെക്രട്ടേറിയറ്റിന് പിന്നിലെ മന്നം ക്ലബിൽ പോലീസ് എത്തി റെയ്ഡും നടത്തി. 38 ചീട്ടുകളിക്കാരെ പിടിച്ചു. BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരന് സ്വീകരണം നൽകിയതിനുള്ള പക പോക്കലായിരുന്നു NSSകാരുടെ നിയന്ത്രണത്തിലുള്ള ഈ ക്ലബിൽ പോലീസ് നടത്തിയതെന്ന വിമർശനം ശക്തമായിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലെ ചട്ടമ്പിസ്വാമി സ്മാരകം പിടിച്ചെടുക്കാനുള്ള സർക്കാർ തീരുമാനവും വിവാദത്തിലാകുന്നത്. ശബരിമലയിൽ സർക്കാരിനെ തള്ളിപ്പറഞ്ഞ നായർ സമുദായത്തോടുള്ള പക പോക്കലാണ് ഇതെന്നാണ് ഉയരുന്ന ആരോപണം. ഈ വിഷയങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി ചർച്ചയാക്കുകയാണ് BJP. നായർ സമുദായവുമായി ബന്ധമുള്ള 2 സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള നടപടി. ചട്ടമ്പിസ്വാമിയുടെ പേരിലുള്ള തീർത്ഥപാദ മണ്ഡപം സർക്കാർ ഏറ്റെടുക്കുമ്പോൾ മന്നം നാഷണൽ ക്ലബ്ബ് റെയ്ഡ് ചെയ്തത് ചട്ടമ്പിസ്വാമിയുടെ പേരിലുള്ള തീർത്ഥപാദ മണ്ഡപം സർക്കാർ ഏറ്റെടുക്കുമ്പോൾ മന്നം നാഷണൽ ക്ലബ്ബ് റെയ്ഡ് ചെയ്ത അംഗങ്ങളെ അറസ്റ്റ് ചെയ്തു. ശ്രീ വിദ്യാധിരാജ സഭയുടെ ആസ്ഥാനവും ശ്രീ വിദ്യാധിരാജ സ്വാമികളുടെ പ്രതിഷ്ഠയുമുള്ള സ്ഥലമാണ് തീർത്ഥപാദ മണ്ഡപം. ഇത് ഏറ്റെടുക്കാൻ മന്ത്രിസഭയാണ് തീരുമാനമെടുത്തത്. അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് തീർത്ഥപാദ മണ്ഡപം ഏറ്റെടുക്കാൻ നീക്കമുണ്ടായിരുന്നു. എതിർപ്പുണ്ടായതിനെ തുടർന്ന് ഉപേക്ഷിച്ചു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭാഗമായിരുന്ന പാത്രക്കുളം നികത്തിയെടുത്താണ് തീർത്ഥപാദ മണ്ഡപവും കാർത്തിക തിരുനാൾ തിയേറ്ററും പണിതത്. വസ്തുവിന് സർക്കാർ പട്ടയം നൽകുകയും ചെയ്തു. പട്ടയം റദ്ദാക്കി ഭൂമി തിരിച്ചു പിടിക്കാനാണ് തീരുമാനം. നിരവധി ആധ്യാത്മിക സാംസ്കാരിക സമ്മേളനങ്ങളുടെ അരങ്ങ് കൂടിയാണ് തീർത്ഥപാദ മണ്ഡപം. ഒട്ടേറെ സാംസ്കാരിക സമ്മേളനങ്ങളുടെ വേദിയും കഥകളി, നാടകം തുടങ്ങിയ കലാവിരുന്നുകളുടെ അരങ്ങും അണിയറയും ഈ മണ്ഡപമാണ്. NSS സ്ഥാപകൻ മന്നത്ത് പത്മനാഭന്റെ പേരിലുള്ള മന്നം നാഷണൽ ക്ലബിൽ കഴിഞ്ഞ ദിവസം പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു. ചീട്ട് കളിച്ചു എന്നതിന്റെ പേരിൽ 35 പേരെ അറസ്റ്റും ചെയ്തു. ഇതിന് പിന്നാലെയാണ് പുതിയ തീരുമാനം എത്തിയത്. സർക്കാർ പട്ടയം നൽകിയ സ്ഥലത്ത് ചട്ടമ്പിസ്വാമിയുടെ സ്മാരകമായി നിർമ്മിച്ചതാണ് തീർത്ഥപാദ മണ്ഡപം. നൽകിയ പട്ടയം റദ്ദാക്കി ഭൂമി തിരിച്ചു പിടിക്കാനുള്ള നീക്കത്തിന് പിന്നിൽ ദുരുദ്ദേശമുണ്ട്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട നിലപാടെടുത്ത NSS തുടങ്ങിയ സംഘടനകളോടുള്ള വെല്ലുവിളി കൂടിയാണിതെന്നാണ് ഉയരുന്ന ആരോപണം. NSS സ്ഥാപകൻ മന്നത്ത് പത്മനാഭന്റെ പേരിലുള്ള മന്നം നാഷണൽ ക്ലബിൽ പോലീസ് റെയ്ഡ് നടത്തിയതും കൂട്ടി വായിക്കാവുന്നതാണ്. ഇത്തരം വില കുറഞ്ഞ പ്രതികാര നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ജനാധിപത്യ സർക്കാരിന് യോജിച്ചതല്ലെന്നാണ് BJP ഉയർത്തുന്ന ആരോപണം. വിഷയത്തെ രാഷ്ട്രീയമായി ചർച്ചയാക്കാൻ BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനും തീരുമാനിച്ചു കഴിഞ്ഞു. നവോത്ഥാന നായകനായ ചട്ടമ്പിസ്വാമിയുടെ കിഴക്കേക്കോട്ടയിലെ തീർത്ഥപാദ മണ്ഡപം ഏറ്റെടുക്കാനുള്ള സംസ്ഥാന മന്ത്രിസഭയുടെ തീരുമാനം കേരളത്തിലെ വിശ്വാസി സമൂഹത്തോടുള്ള മറ്റൊരു വെല്ലുവിളിയാണെന്നാണ് BJPയുടെ ആരോപണം. പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള തീർത്ഥപാദ മണ്ഡപം തിരുവനന്തപുരത്തെ ആധ്യാത്മിക സാംസ്കാരിക കേന്ദ്രമാണ്. നിരവധി ഹൈന്ദവ സാംസ്കാരിക പരിപാടികളാണ് ദിനംപ്രതി നടന്നു വരുന്നത്. ചട്ടമ്പിസ്വാമിയുടെ ക്ഷേത്രവും അവിടെയുണ്ട്. പതിവായി പൂജയും അനുഷ്ഠാനങ്ങളും അവിടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ തടസ്സപ്പെടുത്താനും തകർക്കാനുമുള്ള കുൽസിത ശ്രമമാണ് സ്ഥലം ഏറ്റെടുക്കാനുള്ള മന്ത്രിസഭാ തീരുമാനമെന്നാണ് വിമർശനം. സർക്കാർ നീക്കത്തെ എതിർത്ത് തോൽപ്പിക്കാൻ മുഴുവൻ വിശ്വാസി സമൂഹത്തോടും BJP ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലുള്ള ചട്ടമ്പിസ്വാമിയുടെ സ്മാരകമായ തീർത്ഥപാദ മണ്ഡപം ഏറ്റെടുക്കാനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്ന് കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെട്ടു. ചട്ടമ്പിസ്വാമി, മന്നത്ത് പത്മനാഭൻ, അയ്യങ്കാളി എന്നിവരുടെ സ്മരണകളെ പോലും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്ക് നവോത്ഥാനത്തെക്കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയാണുള്ളതെന്നും കുമ്മനം ചോദിച്ചു.